നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പൊതുവേ സാമൂഹ്യ പ്രസക്തിയുള്ള ചില വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഫോർ ദ പീപ്പിളിൽ സംസാരിക്കുന്നത്. പക്ഷെ പരിപാടി കുഴപ്പമില്ല എന്നൊക്കെ ചിലർ പറയുന്നെങ്കിലും വേണ്ടത്ര അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ക്ലച്ച് പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ മറ്റു ചില ചേരുവകൾ കൂടി വേണം. അല്ലേ? പ്രയോഗങ്ങളിൽ നമ്മളിടുന്ന തമ്പനയിൽ എങ്ങനെ വേണം? ഇത് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതെ, ഇതറിഞ്ഞാൽ, ഇത് കേട്ടാൽ നിങ്ങൾ ഞൊട്ടും എന്നൊക്കെ ഇട്ടാലേ നിങ്ങൾ കാണുള്ളൂ എന്നാണ് വാശി പിടിച്ചിരിക്കുന്നത്. പോട്ടെ, എന്തായാലും പൊതുവായ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന രീതി നമ്മൾ മാധ്യമ പ്രവർത്തന രംഗത്ത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഉണ്ട്, അല്ലേ? ഏകദേശം ഒരു 10-40 കൊല്ലം എത്തി. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ലൈൻ അങ്ങ് മാറ്റാനും പ്രയാസം. ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വിഷയം അധികാരം അഹങ്കാരമാകരുത് എന്നാണ്. അധികാരം അഹങ്കാരമാവരുത്. എന്താ അനീഷ ഇന്ന് തന്നെ ഇങ്ങനൊരു വിഷയം എടുക്കാൻ കാര്യം? അല്ല, അപ്പൊ സാറങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ശ്രോതാക്കളോട്, നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് ഇന്നല്ലെങ്കിൽ പിന്നെ എന്നെടുക്കും എന്നാണ്. ഇപ്പൊ എടുക്കാൻ പറ്റിയൊരു ദിവസമാണെന്ന്. മറ്റൊന്നുമില്ല, കഴിഞ്ഞ ദിവസം ശ്രീ MT വാസുദേവൻ നായർ നടത്തിയൊരു പ്രസ്താവന തന്നെയാണ്. അത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കം തുടരുകയാണ്. അപ്പോൾ അത് കേന്ദ്രത്തെ ഉദ്ദേശിച്ചാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചാണെന്നും അതിൽ കേരള മുഖ്യമന്ത്രി ഉദ്ദേശിച്ചാണെന്നും അതിൽ മറ്റു ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഉദ്ദേശിച്ചാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് അടിവെച്ചോ, നമുക്കത് പ്രശ്നമല്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം ഒന്നേ ഉള്ളൂ, അധികാരം കയ്യിൽ വരുമ്പോൾ ഒരു ലേശം അഹങ്കാരം വരുന്നുണ്ടോ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അനീഷ് എന്ത് തോന്നുന്നു? അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഈ ജനസേവകരാണ് വാസ്തവത്തിൽ ഇവരെല്ലാവരും, ജനസേവകരാണ്. ഇപ്പോൾ നമ്മുടെ MT വാസുദേവൻ നായർ അദ്ദേഹം പറഞ്ഞത്, ഈ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഒരു അധിക അവസരമാണ്, അല്ലാതെ അതൊരു അഹങ്കാരമായി മാറരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം അതാണ്. അപ്പോൾ ഒരു സാധാരണ ജനസേവകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ, ഇന്ത്യയിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ പൊതുപ്രവർത്തകൻ വേറെ ജോലിക്കൊന്നും പോകാത്തത്. ഇവിടെ രാഷ്ട്രീയമാണ് ജോലി. അല്ല, മറ്റു പല രാജ്യങ്ങളിലും ചിലപ്പോൾ ഡോക്ടർമാരുണ്ടാകും അല്ലെങ്കിൽ എഞ്ചിനീയർമാരുണ്ടാകും. അവർക്കൊരു അധികമായിട്ട് അവർ ചെയ്യുന്നൊരു സർവീസാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മളിവിടെ പൊതുപ്രവർത്തനമാണ് പ്രൊഫഷൻ പലർക്കും. പൊളിറ്റീഷ്യനാണ് ജോലി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്നവരാണ് രാവിലെ അല്ലെങ്കിൽ ഒരു ഡയറിയും കഷത്ത് വെച്ച് നടക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം, അല്ലേ? വേറെ ജോലിക്ക് പോകാതെ. അതെന്തോ ആയിക്കോട്ടെ, അത് മോശമല്ല, നല്ല കാര്യമാണ്. എന്തായാലും അവിടെ ഈ പൊതുപ്രവർത്തനം ഒരു ജോലിയായി, അത് ജനസേവകരായി മാറുമ്പോൾ അവർക്ക് അധികാരത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അവർ വരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ അങ്ങേയറ്റം ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയുള്ള ഏത് തലത്തിലേക്കും അവർക്ക് എത്താം. അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അവർക്ക് കൊടുക്കുന്ന ഒരു സൗകര്യമാണ്, അല്ലാതെ അത് മറ്റു പലതിനുമുള്ള ഒരു സൗജന്യമല്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ആഡംബര ജീവിതം, അത്യാഡംബരമായിട്ടുള്ളൊരു മനോഭാവം, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അപ്രാപ്യരായിട്ടുള്ളൊരു വസ്തുവായി ഇവർ മാറുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ രാജാവും പ്രജയും ഉണ്ടാവുന്നത്. ജനാധിപത്യത്തിൽ രാജാവും പ്രജയൊന്നും ഇല്ലല്ലോ സാർ. ജനാധിപത്യത്തിൽ ജനങ്ങളല്ലേ ഉള്ളൂ, നമ്മളെല്ലാവരും തുല്യരല്ലേ. അതിൽ യാതൊരു സംശയമില്ല. അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ 5 വർഷം കഴിഞ്ഞ് പിന്നീട് അധികാരമുള്ള നഷ്ടപ്പെട്ട് വന്നാൽ പിന്നെ ഒന്നുമല്ല, ഒരു സാധാരണ ജനം തന്നെയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മറ്റു രാജ്യങ്ങളിലെ പോലെ ഏകാധിപത്യം അല്ലെങ്കിൽ രാജഭരണം നടക്കുന്ന പോലെയൊന്നുമല്ല. അവിടെ രാജാവായി കഴിഞ്ഞാലും പിന്നീടും അവർക്ക് രാജാവിൻ്റെ എല്ലാവിധ പ്രിവിലേജ് അവർക്ക് അവിടെ കിട്ടി. ഇവിടെ അത് കിട്ടില്ല. മറ്റൊന്ന്, ഈ പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല, അതായത് അധികാര സ്ഥാനത്തെത്തുന്ന പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല ഈ അഹങ്കാരം വരുന്നത്. നമ്മൾ പലരെയും അമാനുഷികരായി കാണണം. അവിടെയാണ് നമ്മുടെ ഒരു ദോഷം എന്ന് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായി. പ്രത്യേകിച്ച് മലയാളിക്ക് മറ്റുള്ളവർ അമാനുഷികരായി കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അതാണ് നമ്മൾ ഈ സെലിബ്രിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ സെലിബ്രിറ്റി എന്ന് ഇപ്പൊ എല്ലാവരും സെലിബ്രിറ്റി ആവാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ പണ്ട് സിനിമാക്കാരായിരുന്നു, സിനിമാ നടന്മാരായിരുന്നു, പിന്നീട് അതേപോലെ സീരിയലുകാർ അല്ലെങ്കിൽ മീഡിയയിൽ വരുന്നവരൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് സെലിബ്രിറ്റി. ഇപ്പോഴും സർവത്ര പേര് സെലിബ്രിറ്റി ആവാൻ ശ്രമിക്കാൻ ഏറ്റവും വലിയ ശ്രമം നടക്കുന്നത് മാധ്യമരംഗത്ത് നിന്നാണ്. ഒരധികാരവും ഇല്ല കയ്യിൽ, ശമ്പളം പോലും നേരെ കിട്ടൂല, എന്നാലും അവർ വലിയ സെലിബ്രിറ്റി. നമ്മൾ ഈ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അമാനുഷികത നമ്മൾ അവർക്ക് കൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്, മനുഷ്യരാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്, ജനങ്ങളാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്, സാധാരണക്കാരാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്. ആ കൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെയാണ് ഇവർ അമാനുഷികരാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുന്നതും അവരിലേക്ക് അഹങ്കാരം എത്തുന്നതും. ഉറപ്പായിട്ടും ഇനി ഭരണരംഗത്ത് വന്ന അധികാരം മാത്രമല്ലല്ലോ നമ്മൾ പറയുന്നത്. ഒരു പാർട്ടിയുടെ സെക്രട്ടറി പദം, ഏത് പാർട്ടിയാലും കുഴപ്പമില്ല, സെക്രട്ടറി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇന്ന പാർട്ടിയാണെന്ന് വിചാരിച്ചു പ്രസിഡന്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഒരു പാർട്ടിയുടെ ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ ലോക്കൽ തലത്തിലോ പ്രാദേശിക തലത്തിലോ അതൊരു ബ്ലോക്കിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ അധികാരമുള്ള അല്ലെങ്കിൽ സ്ഥാനമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ പോലും അഹങ്കാരിയാണ്.
പാർട്ടി എന്നേ പറഞ്ഞുള്ളൂ, ഏത് പാർട്ടി എന്ന് പറഞ്ഞില്ല. ഇങ്ങോട്ട് കയറി നമ്മൾ ആക്രമിക്കരുത്. അവർക്ക് പോലും ആവശ്യമില്ലാത്ത അധികാരങ്ങൾ കയ്യിലുണ്ട് എന്നുള്ള തോന്നലിൽ അഹങ്കാരത്തോടെയാണ്, വളരെ ധാർഷ്ട്യത്തോടെയാണ് അവർ പെരുമാറുന്നത്, അല്ലേ? അപ്പോൾ ഇതിനൊരു മാർഗം എന്ത് എന്ന് ചോദിച്ചാൽ സ്വയം തിരുത്തുക എന്നുള്ളതാണ്. മാത്രമല്ല MD വാസുദേവൻ നായർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞകാല നേതാക്കൾ നമുക്ക് മുന്നേ നടന്നു നീങ്ങിയ അവരുടെ പാദസ്പർശങ്ങളേറ്റ മണ്ണിലൂടെയാണ് നമ്മൾ ഇപ്പോഴും നടക്കുന്നത് എന്നാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. അവരുടെ ജീവിതവും പ്രവർത്തനവും നമ്മൾ വല്ലപ്പോഴും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഉറപ്പായിട്ടും. ഇനി ഓർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ 2 അക്ഷരം വായിക്കുന്നത് നന്നായിരിക്കും. ഇവരുടെയൊക്കെ തന്നെ ജീവിത കഥകൾ, ആത്മകഥകൾ പുസ്തക രൂപത്തിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അവരെഴുതിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ ബയോഗ്രഫി മറ്റുള്ളവർ എഴുതിയിട്ടുണ്ട്, ജീവചരിത്രങ്ങളുണ്ട്. വല്ലപ്പോഴും എടുത്ത് 2 പേജ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും, അല്ലേ? അപ്പോൾ ഈ മുൻപേ നടന്നുപോയവരുടെ മാത്രമല്ല, ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഞാൻ ആവർത്തിച്ച് പറയുന്നു അനീഷ്, അറിവില്ലായ്മയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു രാഷ്ട്രീയ കക്ഷിയിലെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ കക്ഷിയുടെ ആദർശങ്ങൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിനെ ശിരസാ വഹിക്കുവാനും അത് തന്നെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം എന്നിലേക്ക് വന്നു ചേരുകയാണ്. അങ്ങനെയാണ് നമ്മളതിന് ആ ഉത്തരവാദിത്വത്തിന് നൽകുന്ന മറ്റൊരു പേരാണ് അതിൻ്റെ അടിമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സത്യത്തെയോ നീതിയെയോ നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നവർ കുറച്ചുകൂടി മനുഷ്യരോട് നല്ല രൂപത്തിൽ പെരുമാറാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഒരു മനസ്സോടുകൂടി, അതിനകത്തിന് അഭിനയമുണ്ട് ചിലർക്ക്, ഭയങ്കര അഭിനയമുണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ സിനിമയിൽ മുരളി ചെയ്തതുപോലെ കുഞ്ഞിൻ്റെ മൂക്ക് പിടിച്ചു കൊടുക്കുക തുടങ്ങിയ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ അഭിനയങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. എന്നിട്ടും ആരും ഒന്നും മിണ്ടാത്തത് നമ്മൾ വേണ്ട വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് കരുതുന്നത്. എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. ആരും മഠേരൊന്നുമല്ല. ആണോ? അല്ല. നമ്മളൊരാൾ അനീഷിനെ ഞാനിപ്പോൾ ഒരു പരിധി കൂടുതൽ 1-2 കാര്യങ്ങൾ സംസാരിച്ച് അനീഷിന് അല്ലെങ്കിൽ വഴക്ക് പറയാൻ ചെയ്യുമ്പോൾ അനീഷ് എന്നോട് ഒന്നും മിണ്ടാതെ പോകുന്നത് അനീഷ് ദുർബലനായതുകൊണ്ടല്ല, നിങ്ങളുടെ സംസ്കാരം കൊണ്ടാണ്. ഇദ്ദേഹത്തോട് നമ്മൾ വെറുതെ വാദിച്ച് ജയിക്കണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ പോകും. ഞാൻ വിചാരിക്കും നിങ്ങൾ മടയനാണ്. അതല്ല, അധികാര സ്ഥാനത്തിരിക്കുന്നവർ മനസ്സിലാക്കണം, ജനങ്ങൾ മഠയരല്ല. നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, നിങ്ങൾ ന്യായീകരിക്കാൻ നിരത്തുന്ന വാദമുഖങ്ങൾ പലതും തെറ്റാണെന്നും പൊള്ളയാണെന്നും ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അതെ. പക്ഷെ ഞങ്ങൾ മിണ്ടാതിരിക്കാതെ ബോധപൂർവ്വം. അതെ. അതൊരു പഞ്ചതന്ത്രം കഥയാണെന്ന് തോന്നുന്നു. അതായത് കാട്ടിലെ ഈ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാട്ടിലൊരിക്കൽ ഒരു കടുവയും ഒരു കഴുതയും തമ്മിൽ തർക്കം ഉണ്ടായി. വലിയ തർക്കമായി അവസാനം 2 പേരും കൂടെ ചെന്ന് സിംഹത്തിനോട് പരാതി പറഞ്ഞു. അപ്പൊ സിംഹം പെട്ടെന്ന് പറഞ്ഞു, നീ, അതായത് കടുവ, 1 വർഷം ജയിലിൽ കിടക്കാൻ പറഞ്ഞു. അപ്പൊ കടുവ പറഞ്ഞു, യജമാനെ ഞാൻ പറഞ്ഞതായിരുന്നു ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോയി ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞു. അപ്പം കടുവയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ കടുവ വളരെ വിഷമത്തോടുകൂടി തലയും താഴ്ത്തി പോയപ്പോൾ സിംഹം വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാണെന്ന് അറിയാമോ നിന്നെ പറഞ്ഞത്, ഇവന്റെ കൂടെ തർക്കിച്ചതിനാണെന്ന്. അതെ, അതാണ്. അങ്ങനെ അറിവില്ലാത്തവര്, വിവരമില്ല നമ്മൾ പറഞ്ഞ അറിവില്ലാത്തവര്, അജ്ഞതയുള്ളവർ, അജ്ഞത നടിക്കുന്നവർ, അവരുമായൊക്കെ തന്നെ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത് വെറുതെയാണ്. അതിലൊരു കാര്യമില്ല. അപ്പോൾ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ അധികാര സ്ഥാനത്തെത്തുന്നവർക്ക് അഹങ്കാരം വരുന്നുണ്ടോ? അഹങ്കാരമാകരുത് എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് അതിനോട് യോജിപ്പില്ലേ കേട്ടുകൊണ്ടിരിക്കുന്നവർ? അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഹങ്കാരം ഇവർക്കുണ്ടെന്ന് തോന്നുന്നത്? ഒരുപാട് ഇപ്പം MD തന്നെ ഉദാഹരിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ മുഖ്യമന്ത്രിയും കൂടെ ചേർത്താണ് അദ്ദേഹം പറഞ്ഞത്, വ്യക്തിപൂജയിലേക്ക് മാറാൻ പാടില്ല. അതിപ്പോൾ ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും വ്യക്തിപൂജയിലേക്ക് മാറാൻ പാടില്ല, അഹങ്കാരത്തിലേക്ക് മാറാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ തന്നെ രാജ്യത്ത് മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ജയലളിത പേരെടുത്ത് പറയുകയാണെങ്കിൽ, ജയലളിത അധികാരത്തിലിരുന്ന സമയത്ത് ജയലളിതയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളെയും തടഞ്ഞു നിർത്തി ഒരു വലിയ ഘോഷയാത്ര പോകുന്നത് പോലെയായിരുന്നു ജയലളിതയുടെ വാഹന വ്യൂഹം കടന്നു പോയത്. ഇപ്പൊ നമുക്കിത് ശീലമായി. നമ്മളിപ്പോൾ ഒരുപാട് വാഹന വ്യൂഹങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്തായെന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം. അവസാനം എന്തായെന്നും കൂടെ ആലോചിക്കണം. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ സാധാരണക്കാർ കുറച്ച് കാര്യങ്ങളൊന്നും അയവിറക്കുന്നു. ഇത്രയും നമ്മൾ ഈ പരിപാടിയിലൂടെ ചെയ്യുന്നുള്ളൂ. അത്തരത്തിൽ വലിയ ആഘോഷങ്ങളോടുകൂടി ആഡംബരങ്ങളോടുകൂടി ജീവിച്ചൊരു വ്യക്തിക്ക് അവസാന കാലത്ത് എന്താണ് സംഭവിച്ചത്? അങ്ങനെ ആർക്കും വരാൻ പാടില്ല. നമ്മൾ പറയണം.
അപ്പോൾ ഇതൊന്നും ഇവർ ആരെയും ഒരിടത്തും കൊണ്ട് എത്തിക്കുന്നില്ല. ഇല്ല, ഇതൊന്നും സ്ഥായിയല്ല. അല്ല, മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലാണ്. കാരണം ഓരോ 5 വർഷം കഴിയുമ്പോഴും നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളെ ആര് ഭരിക്കണമെന്ന്, അല്ലാതെ അവരല്ല തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും നിങ്ങളെ ഭരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർ ആദ്യം ഒന്ന് മനസ്സിലാക്കുക 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങേണ്ടതാണെന്ന്. പഴയ കാലമൊന്നും അല്ലല്ലോ. പണ്ട് ഇപ്പൊ NTR-നെ പോലെയോ അല്ലെങ്കിൽ MGR-നെ പോലെയോ ഒക്കെ വലിയ താരപ്രഭയോടുകൂടി വന്ന ഒരുപാട് നടന്മാരൊക്കെ ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞില്ലേ? താരാരാധന ഉണ്ട്, രാഷ്ട്രീയം അതൊക്കെ മാറി. കുറച്ചും കൂടെയൊക്കെ ജനങ്ങളെല്ലാം മനസ്സിലാക്കി തുടങ്ങി. ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ഇന്റർനെറ്റ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പൊ സകലരും ജനങ്ങള് ഇപ്പൊ നേരത്തെ നമ്മളിപ്പോ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു 4ാം നെടുന്തൂണായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതും മാറി, ഇപ്പൊ തൂണില്ല. അപ്പൊ ഈ നെടുന്തൂണുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ, പൊതുജന അഭിപ്രായം, സോഷ്യൽ മീഡിയ, ഇതെല്ലാം തൂണുകളാണ് പുതിയ. അപ്പൊ ഈ പുതിയ കാലത്ത് ഒരുപാട് തൂണുകളായി. അപ്പൊ പുതിയ കാലത്ത് ഇതെല്ലാം മനസ്സിലാക്കണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. മറ്റൊന്ന്, ഈ അധികാരസ്ഥാനത്തേക്ക് എത്തപ്പെടുമ്പോൾ സ്വാഭാവികമായി അവർക്ക് വരുന്ന അധികാരവും അവർക്ക് വരുന്ന പ്രശസ്തി, ഈ പ്രശസ്തിയാണ് ഇതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രശസ്തി ഭയങ്കര അപകടമാണ്. ആ പ്രശസ്തിയിലേക്ക് അവർ എത്തുമ്പോഴാണ് അവർ സാധാരണ ജനത്തിന് പലപ്പോഴും മറന്നു പോകുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു കാര്യം കൂടി പറയണം. ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വശംവദരാകാതെ നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് നമുക്കൊരാളിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയുന്നില്ല ഇപ്പോൾ പലപ്പോഴും. നമ്മൾ മറ്റു പലതിൻ്റെയും സമ്മർദ്ദത്തിലേക്ക് നമ്മൾ പെട്ടുപോകുന്നു. ആ സമ്മർദ്ദത്തിൽ പെടുത്താൻ വേണ്ടുന്ന കൃത്യമായ ചില ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അധികാരത്തിലെത്തുന്നവർക്ക് അഹങ്കാരം പാടില്ല എന്നുള്ളതാണ്. അവർ എളിമയായിരിക്കണമെന്നോ അല്ലെങ്കിൽ അവർ വളരെ ജനങ്ങളുടെ ദാസന്മാരായിരിക്കണം എന്നുള്ള പതിവ് പല്ലവികളൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരല്പം കൂടി അതിനകത്താകാം. ഒരു മനുഷ്യന് ഒരു ആക്സസ് കിട്ടാത്തൊരു ഭരണാധികാരി എന്തിനാണ് നമുക്ക്? അല്ലേ? വിളിച്ചാൽ കിട്ടാത്ത ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ പിന്നെ അവിടെ രാജാവാണ്. അതെ അല്ലേ എന്ന് കരുതി ഉള്ള നാട്ടുകാരൊക്കെ കൂടെ കയറി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നേരിട്ട് വിളിക്കാൻ തുടങ്ങിയ വല്ല രക്ഷയുണ്ട്? അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു തരത്തിലെ ചിലർ നമുക്ക് ആക്സസ് കിട്ടില്ല. നമുക്ക് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പല ജനപ്രതിനിധികളും നമ്മൾ വളരെ ഉന്നതിയിലേക്കാണ്, അവർ വലിയ ലെവലിലാണ്, അവർക്ക് ഒരുപാട് ഒരുപാട് അറിവുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന പലരെയും സാധാരണക്കാരന് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ പാർലമെന്റ് എന്നൊരു പരിപാടി പ്രവാസി ഭാരതി 1539 ആയിരുന്ന സമയത്ത് ചെയ്തിരുന്നു. ആ സമയത്ത് കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളെയും പ്രത്യേകിച്ച് MP-മാരെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നതാണ്. അതിൽ പേര് പറയുന്നില്ല, 3 MP-മാരെ കിട്ടിയതേയില്ല. അതായത് അവർ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫോൺ എടുക്കില്ല, അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ഫോൺ എടുക്കില്ല, മെയിൽ അയച്ചു കഴിഞ്ഞാൽ കാണില്ല. ബാക്കി എല്ലാവരും നമ്മളോട് സംസാരിച്ചവരാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നും കോണ്ടാക്ട് ചെയ്യുമ്പോൾ പോലും ഫോൺ എടുത്തിട്ട് ആരാണെന്നോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാമെന്നോ അവരുടെ തിരക്കൊക്കെ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് രാഷ്ട്രീയമാണ്, ഇലക്ഷനാണ്, അതിന് അവർ തന്നെ വേണ്ടല്ലോ, അവർക്ക് ഒരുപാട് സെക്രട്ടറിമാരുണ്ടല്ലോ. അതുപോലും പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം നമുക്ക് അപ്രാപ്യരായിട്ട് ഏതോ ഒരു സ്ഥലത്ത് താമസിക്കുന്ന, ഏതോ അന്യഗ്രഹത്തിൽ താമസിക്കുന്ന, ഇലക്ഷൻ സമയത്ത് മാത്രം നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരായിട്ട് ഒരു മാറുന്നുണ്ട്. അതെല്ലാം തന്നെയാണ് ഇവരുടെ ഒരു അഹങ്കാരത്തിന്റെ. നമുക്കങ്ങനെ അപ്രാപ്യരായവർ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളായിട്ട് വരണ്ട. അതെ, അതിൻ്റെ ആവശ്യമില്ല. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മൾ സംസാരിച്ചൊരു കാര്യം തന്നെ, ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നവർ അഹങ്കാരികളായി മാറുന്നത്, ഞാൻ പച്ചയ്ക്ക് പറയുന്നു, അത് അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. അവർക്ക് ഒരു ഭരണാധികാരിയായി മാറുന്ന അവസരത്തിൽ മുമ്പ് ഞാൻ പറഞ്ഞ അതേ വാചകം തന്നെ ആവർത്തിക്കുന്നു. അവർക്ക് എല്ലാ മേഖലകളെക്കുറിച്ചും പൂർണ്ണമായ അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു ആരും നമുക്ക് കിട്ടില്ല. പക്ഷെ അറിവുള്ളവരുടെ സഹായം അവർക്ക് തേടാം. അങ്ങനെ തേടാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ കുറേ സാധാരണക്കാർ ഇവിടെ വല്ലാതെ പൂജിക്കും. വ്യക്തിപൂജ പാടില്ല എന്ന് കൂടി ഈ MT പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപൂജ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കപ്പാ. നിങ്ങളെന്താ ഈ മനുഷ്യനെ ആരാധിക്കുന്നത്? അത് സിനിമാ നടനാവട്ടെ, രാഷ്ട്രീയ നേതാവട്ടെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവട്ടെ, മുഖ്യമന്ത്രിയാവട്ടെ, നിങ്ങൾ വ്യക്തികളെ ആരാധിക്കുന്ന എന്തിനാണ്? നിങ്ങൾക്ക് അങ്ങനെ ആരാധിച്ചേ മതിയാവും. നിങ്ങൾക്കൊരു ദൈവം ഉണ്ടാവും. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. ആരാധന ദൈവത്തോട് മാത്രമാണ്, വേറെ ആരോടും ആരാധനയില്ല. താരാരാധന എന്ന വാക്കുകൾ പോലും മാധ്യമങ്ങൾ മാറ്റണമെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. താരാരാധന, എനിക്ക് അങ്ങയോട് ആരാധന, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കങ്ങേ ഇഷ്ടമാണ്, എനിക്ക് അങ്ങയോട് ബഹുമാനമാണ്, എനിക്ക് അങ്ങയോട് വലിയ ആദരവാണ്. ഒരു ഗായകനെന്ന നിലയ്ക്ക് എനിക്ക് അങ്ങയോട് വലിയ ആദരം തോന്നാറുണ്ട്, എനിക്ക് വലിയ സ്നേഹം തോന്നാറുണ്ട്, ഇഷ്ടം തോന്നാറുണ്ട്. ഒരു പ്രക്ഷേപകൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് ഈ ആരാധന? നമുക്കിനിയെങ്കിലും ഒന്നും ഒഴിവാക്കാം.
അല്ലേ? അതെ, ഈ ആരാധനയൊക്കെ നമുക്ക് വ്യക്തികളോട് വേണ്ട, വ്യക്തിപൂജകളൊന്നും വേണ്ട. പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകരും ഈ രാഷ്ട്രീയ നേതാക്കളും ഈ നമ്മളെ ഇങ്ങനെ വല്ലാതെ പൂജിക്കുന്നത് കണ്ട് അവരങ്ങ് അന്തമിട്ട് നിൽക്കുന്നുണ്ടോ അനീഷ്? ചെറുതായിട്ടുണ്ട്. അവരങ്ങ് അതിലങ്ങ് അങ്ങ് ഒരുങ്ങി ഉണ്ട്. വാസ്തവത്തിൽ മറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെ കളിയാക്കുകയാണ്, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന 10 പേര് എന്നെക്കുറിച്ചൊരു പാട്ട് പാടുമ്പോൾ ഞാനങ്ങ് അതിൽ ഇടുകയാണ്, പക്ഷെ ബാക്കി 100 പേര് എന്നെ തമാശയോടെയാണ് കാണുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അവസാനിപ്പിക്കാം. അധികാരം ഒരു കാരണവശാലും അഹങ്കാരത്തിന് ഇടവരുത്തരുത്. അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. 5 വർഷം മാത്രമേ നിങ്ങൾക്ക് കാലാവധിയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തുടരണമെങ്കിൽ ജനം വീണ്ടും തീരുമാനിക്കണം. അതിനകത്ത് ഈ 5 വർഷത്തിനകത്ത് അധികാരം തലയ്ക്ക് പിടിച്ചാൽ വരുന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നന്ദി, നമസ്കാരം.